ഒരു വശത്ത് റഷ്യ ഉക്രൈൻ വാർ തീർക്കാൻ വേണ്ടി അമേരിക്ക ബ്രോക്കറേജ് ചെയ്യുന്ന നെഗോസിയേഷൻ നടക്കുന്നു. മറുഭാഗത്ത് നിങ്ങൾക്കറിയാം, റഷ്യ മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. കീവിനടുത്ത് വരെയും ഉക്രൈൻ്റെ പല സിറ്റികളിലെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ഇത്രയും നാളും വാർ തുടങ്ങിയിട്ട് ഏറ്റവും വലിയ സംഭവം അതൊന്നുമല്ല ഉണ്ടായത്. അതായത് വാർ നടക്കുന്ന ഫ്രണ്ട് ലൈൻ റഷ്യ ഉക്രൈൻ, അവിടുന്ന് 700 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള സാർട്ടോ ഈഗിൾ ടു റഷ്യൻ ബേസ്, റഷ്യയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബേസ്, അവിടെ ഉക്രൈൻ ഡ്രോൺ കൊണ്ട് അറ്റാക്ക് ചെയ്തു. ഇപ്പം അറ്റാക്കിനെ പറ്റി പല രീതിയിലും പല വാർത്തകളാണ് വരുന്നത്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ പത്രങ്ങൾ നോക്കി, ഉക്രൈൻ പത്രങ്ങൾ നോക്കി, പിന്നെ പല വെബ്സൈറ്റുകൾ നോക്കി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ടെലഗ്രാമിലൊക്കെ വരുന്ന വീഡിയോകൾ ഭയപ്പെടുന്നത് വീഡിയോയാണ്. ഇപ്പം ഈ ഈഗിൾ ടുവിന് പ്രത്യേകത, കാരണം ഇത് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ തന്നെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബേസാണ് റഷ്യയുടെ. അപ്പം അതിന് പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ലോങ് റേഞ്ചിൽ പോയി ഫ്ലൈ ചെയ്ത് ബോംബ് ചെയ്യുന്ന ബോംബേഴ്സ്. അപ്പം അതിൻ്റെ വലിയ കമാൻഡാണത്, ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡ്. അതേപോലെ തന്നെ മിസൈൽസ്, ലോങ് റേഞ്ച് മിസൈൽസ്, അതായത് കീവ് സിറ്റിയിൽ ഉക്രൈനിലോട്ടൊക്കെ ലോങ് റേഞ്ച് മിസൈൽ, അതായത് ഉക്രൈൻ്റെ ബോർഡറിൽ നിന്ന് 700 കിലോമീറ്റർ ദൂരെയാണ് ഇത്. അപ്പം ഈ മിസൈലിന് പ്രത്യേകതയുണ്ട്. ഈ മിസൈലിനകത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ക്യാരി ചെയ്യാം. അതേപോലെ തന്നെ ഈ ബോംബേഴ്സിനകത്തും, അതായത് ബോംബർ എയർക്രാഫ്റ്റിനകത്തും ന്യൂക്ലിയർ വെപ്പൺസ് ക്യാരി ചെയ്യുക. അപ്പം ഈഗിൾ ടുവിന് പല പ്രത്യേകതകളുണ്ട്. അപ്പം അത് തകർന്നടിഞ്ഞ് നാശമായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യയും ഈ റിപ്പോർട്ട് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് വല്ലാത്ത രീതിയിൽ അടികിട്ടി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റഷ്യൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ നടക്കുന്ന ഈഗിൾ ടു ബേസിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ദൂരെയുള്ള ബിൽഡിങ്ങുകൾ, സ്കൂൾ, കിൻഡർ ഗാർഡൻ സ്കൂള്, അതിൻ്റെയൊക്കെ ഗ്ലാസ് ഉടഞ്ഞുപോയി. അത്രമാത്രം അതേപോലൊരു ബ്ലാസ്റ്റാണ് ഉണ്ടായത്. അതായത് ഈ വെപ്പൺസ് ഒക്കെ വെച്ച വെയർ ഹൗസിലാണ് ഇത് കയറി പൊട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ബേസിൻ്റെ റൺവേക്ക് ഭയങ്കരമായിട്ട് നാശം ഉണ്ടായെന്നുള്ളത് സാറ്റലൈറ്റ് ഇമേജിലും കാണുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഉക്രൈൻ കൊടുക്കുന്നൊരു താക്കീതുണ്ട് റഷ്യക്ക്. മോസ്കോയിൽ നാളെ കയറിയിടി, കാരണം ഇത്രയും ദൂരമുള്ള മോസ്കോ. അതേപോലെ അമേരിക്ക, ഇപ്പം പഴയ ട്രംപ് അല്ല, ബൈഡൻ അല്ല അമേരിക്ക ഭരിക്കുന്നത്, ട്രംപാണ് മുൻകൈ എടുത്ത് ഈ നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള പാളിച്ച റഷ്യ കാണിച്ചാൽ നാളെ മോസ്കോയിലടിക്കും. കാരണം ഇത് വാൺ ചെയ്തിരിക്കുകയാണ്. അമേരിക്കയുടെ വാണിംഗ് ഈ ഉക്രൈൻ മുഖാന്തരം റഷ്യക്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് മോസ്കോയിൽ നാളെ കയറി അടിക്കും. അതെ, ഈ ബേസ്, ഈഗിൾ ടു ബേസ് നമ്മൾ നോക്കുക, അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കുക, മോസ്കോയുടെ ഡിസ്റ്റൻസ് നോക്കുക ഫ്രണ്ട് ലൈനിൽ നിന്ന്. അപ്പം അത്രയും മാത്രം ദൂരത്ത് ഉക്രൈൻ ഡ്രോൺസ്, യുക്രൈൻ ഡ്രോൺ എന്ന് പറയുന്നത് ഈ പറയുന്നത് വലിയ വില കൂടിയ ഡ്രോൺസ് ഒന്നുമല്ല, വളരെ വില കുറഞ്ഞ സാധനമാണ് ഇത്. അപ്പം ഏറ്റവും വില കൂടിയ റഷ്യയുടെ ഫൈറ്റർ ബോംബേഴ്സ്, ഇത് ഫൈറ്റർ ജെറ്റ് ഇറക്കുന്ന ബോംബേഴ്സ് ആണ് ഇത് മുഴുവനും. അപ്പോൾ അതിന് ഇത്രമാത്രം നാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം ഇത്രമാത്രം സ്ഫോടനത്തിൽ അവിടെ ഭൂമി പൊളക്കുന്ന രീതി, പിളരുന്ന രീതിയിലാണ് സംഭവം ഉണ്ടായെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതായത് ഇത് അനുഭവിച്ച വളരെ ദൂരെയുള്ളവർ. കാരണം ഇപ്പോഴും ആ തീ കെട്ടുപോയിട്ടില്ല, ഇപ്പോഴും തീ കത്തുവാണ്, അടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 60 കിലോമീറ്റർ ദൂരെ മാറി ഈ സ്ഫോടനത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ബേസ് മുഴുവൻ തീരാനുള്ള സാധ്യതയാണ്. എത്ര പേര് കൊല്ലപ്പെട്ടു എന്നും പറയുന്നില്ല. പക്ഷേ അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള ചില ഇന്റർനാഷണൽ മീഡിയ കോട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത് അവിടെയുള്ള പല ബിൽഡിങ്ങുകൾ പൊളിഞ്ഞുപോയി, താപ്പൂട്ട് പോയി. അപ്പം കൃത്യമാണ് ഉക്രൈൻ കൊടുത്ത വാണിംഗ്. അത് അമേരിക്ക ഉക്രൈൻ വഴി
റഷ്യക്ക് കൊടുത്ത വാണിംഗ് ആണ്. അതായത് പെട്ടെന്ന് നെഗോഷിയേറ്റ് ചെയ്ത് സീസ് ഫയറിന് വരിക, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുക. കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ ഉക്രൈനോട് പറഞ്ഞത് ഈ കുറച്ച് ലിമിറ്റിൽ മാത്രമേ റഷ്യയുടെ അകത്തോട്ട് ബോംബ് ചെയ്യരുത്, മിസൈൽ വിടരുത്. കാരണം അവർ സമ്മതിക്കത്തില്ല. കാരണം റഷ്യൻ ടെറിട്ടറിയിൽ പിന്നീട് കുറച്ച് എക്സംഷൻ കൊടുത്തു. ഇത്ര കിലോമീറ്റർ വരെ റഷ്യൻ ടെറിട്ടറിയിൽ നിങ്ങൾക്ക് മിസൈലും ഡ്രോൺസും വിടാം. ഇവിടെ ട്രംപ് കൊടുത്തിരിക്കുന്നതിനൊക്കെ വേണമെങ്കിൽ അങ്ങ് മോസ്കോ വരെ വിടാം, അവൻ്റെ ഏറ്റവും സ്ട്രാറ്റജിക് പ്ലേസിൽ നിങ്ങൾക്ക് വിടാം. കാരണം എന്നാൽ കാരണം റഷ്യ പട്ടാളത്തിന് ഭയങ്കര ഭയമായിപ്പോയി ഇത്. കാരണം അത്രയും കിലോമീറ്റർ ദൂരെ മാറി അവരുടെ ഈഗിൾ 2 ബേസ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഏറ്റവും വലിയ ബേസ് ആയത് ഈഗിൾ 2. അപ്പം അവിടെ ഉറപ്പായിട്ടും റഷ്യൻ പട്ടാളക്കാരുണ്ട്. കാരണം റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മിസൈൽസ് ഷൂട്ട് ചെയ്തും ഫയർ ചെയ്തും ഇവിടെ നിന്നാണ് പോയിരിക്കുന്നത്. ആ ബേസിയെ കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ റഷ്യയുടെ പ്രധാനപ്പെട്ട ബേസുകളിലെല്ലാം വരാൻ പോകുന്ന സമയങ്ങളിൽ ഉക്രൈൻ അറ്റാക്ക് ചെയ്യും. ഇത് ഡ്രോൺ വെച്ച് മാത്രമാണ്. ഇപ്പൊ ലോങ് റേഞ്ച് മിസൈലും ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലും കയറി അടിച്ചു കഴിഞ്ഞാൽ മോസ്കോ കത്തിപ്പോവും. ഞാൻ ആ പറയുന്നതിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് പിടികിട്ടിക്കാണ്. കാരണം ശക്തമായ വാണിംഗ്, എത്രയും വേഗം സീസ് ഫയറിന് തയ്യാറാകുക, അല്ലെങ്കിൽ ഈ റഷ്യ കാണിക്കുന്ന പോലെ അവിടെ ഇവിടെ ഒരു മിസൈൽ വിട്ട് ഭയപ്പെടുത്താൻ നോക്കണ്ട. കാരണം ഇനി ഒരു സംഭവമുണ്ട്. ഇനി റഷ്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്ന അവരുടെ ബേസിന് സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും. ഇപ്പൊ റഷ്യൻ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നുണ്ട് ഏകദേശം 120ഓളം ഡ്രോൺസുകൾ അവർ ഷൂട്ട് ചെയ്തു, സമ്മതിച്ചു. പക്ഷെ ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റൊരു ഇന്റർനാഷണൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഡ്രോൺസ് പോകുന്നതിന് മുമ്പ് ഈ ഈഗിൾ 2 സമീപത്തുള്ള മുഴുവൻ റഡാർ ജാം ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ടും അതിനുള്ള കേപ്പബിലിറ്റി ഒരിക്കലും ഉക്രൈനില്ല. അപ്പൊ അതിനുള്ള കേപ്പബിലിറ്റി അമേരിക്കൻ സ്കൈ ഇന്റലിജൻസും ത്രൂ ആണിത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക ഉക്രൈൻ മുഖാന്തരം കൊടുത്തിരിക്കുന്ന താക്കീതാണ് അത് റഷ്യക്ക്. അപ്പൊ ഇതിന്റെ പ്രത്യാഘാതം ഇനി വരാനുള്ള 1-2 ദിവസങ്ങളിൽ എങ്ങനെയാണ് റഷ്യ പോയി തിരിച്ചടിക്കുന്നത്, അപ്പൊ അതിനെ ഏത് രീതിയിലായിരിക്കും ഉക്രൈൻ റിട്ടാലിയേഷൻ നടത്തി, ഇതൊക്കെ മാറ്റർ ചെയ്യും. ഇത് കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഉക്രൈൻ ചിലപ്പോൾ ഒരു മാസീവ് അറ്റാക്ക് അങ്ങ് നടത്തും, മോസ്കോ സിറ്റി ഉൾപ്പെടെ. ഇത്രയും നാളും കീവിലടിച്ചൊരു ഭയങ്കര അറ്റാക്ക് മൂടുന്നു. അതായത് പുട്ടിനിരിക്കുന്ന ആ പാലസ് അവിടെ കയറി അങ്ങ് ബോംബ് വീഴും. മിസൈൽ വീണ് കഴിഞ്ഞാൽ പിന്നെ സംഭവം ഈ പറയുന്ന പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കത്തില്ല റഷ്യ മുന്നോട്ട് പോകുന്നത്. അതായത് റഷ്യക്ക് ഒരു ആസിഡ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈഗിൾ 2 ബേസ് അറ്റാക്ക് ചെയ്തേക്കുന്നത്. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യണം. ഈ ട്രംപിന്റെ പൂർണ്ണ സപ്പോർട്ടും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കയറി ഇവനെ അങ്ങ് പൂശും. ഇനി അറിയാൻ സാധിക്കത്തില്ല എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു എൻഡ് എന്നുള്ളത്. കാരണം എത്രയും വേഗം ഒരു സീസ് ഫയർ നെഗോസിയേഷന് റഷ്യ തയ്യാറായി മുന്നോട്ട് വന്നില്ല എങ്കിൽ 30 days റഷ്യക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ, ചിലപ്പോൾ വരാൻ പോകുന്ന ഒരാഴ്ചക്കുള്ളിൽ റഷ്യയുടെ അടപടരം ഇവന്മാരങ്ങ് തെറിപ്പിക്കുക എല്ലാവരും കൂടെ ചേർന്ന്. അതായിരിക്കുമോ അതോ പുടിൻ തെറിക്കുമോ റഷ്യ തെറിക്കുമോ, എന്താണ് ഉണ്ടാകാൻ പോകുന്നത് വരാനുള്ള ഒരാഴ്ചക്കുള്ളിൽ വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമ്മുടെ മുമ്പിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം.
വിശ്വസിക്കുന്നു നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.